back to my channel. This is Abdul Joby here. Hope you guys are doing good. And guys, നിങ്ങൾ ഈ സാധനത്തിലേക്ക് നോക്കണേ. എനിക്ക് മനസ്സിലായി ഇത് ഞാൻ വയ്ക്കാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഇന്ന് ഞാൻ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ അധികം വലിച്ചിട്ടാണ് ഞാൻ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തക്മല്ലു. ആൻഡ് സോ ഗൈസ്, എൻ്റെ കുറച്ച് വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒരു സാധാരണക്കാരൻ എങ്ങനെ വിലയിരുത്തും, അല്ലെങ്കിൽ അയാൾ കണ്ടുകഴിഞ്ഞാൽ അയാളുടെ റിവ്യൂസ് എന്തായിരിക്കും, ഒരു നോർമൽ ആളുടെ ജീവിതമാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. మనం ప్రసాదం తినకుండా ఎప్పుడన్నా వెళ్ళావా? అమ్మా కలుపుతున్నానమ్మా. ഗൈസ്, തലയിൽ വെടിയുണ്ട്, നെറ്റിയിൽ വെടിയുണ്ട് കിടക്കുന്ന അപ്പൊ തന്നെ സ്പോട്ട് ഔട്ട് ആവാണ്ട് പുള്ളിയുടെ തലയിൽ വെടിയുണ്ട്. പുള്ളി പറയാണ് എന്താണ് പ്രസാദം തന്നെ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പൊ തന്നെ അവർക്ക് തെലുങ്ക് തന്നെയാണ് സംഭവം. അപ്പൊ തന്നെ ആ പെണ്ണ് പറയാണ്, ഈ പൂജാരിനെ വിളിച്ചിട്ട് പ്രസാദം പുളിയോര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെമൺ റൈസ് ആണ് സംഭവം. ലെമൺ റൈസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അവർക്ക് ഇത് പ്രസാദം പോലെയാണ്. അപ്പൊ തിന്നാ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. പുള്ളിക്കാരൻ ആ വെടിയുണ്ട് ആൾ പറയുന്നത്. അപ്പൊ തന്നെ പെണ്ണ് വിളിച്ച് പറയാണ് പുളിയോര കൊടുക്കാൻ. ഈ പുള്ളിക്കാരൻ പറഞ്ഞത് കൽപ്പുത്താണ്, കലകിക്കൊണ്ട് വരാൻ മോളേന്ന്. എന്തൊക്കെ കാണുന്ന കണ്ടുനോക്കാം. ఉప్పు కొంచెం తక్కువైంది కదా రత్న. ഗൈസ്, ഉപ്പ് കുറഞ്ഞു പോയിന്ന്. എന്തോന്നറിയേ സാറിന് അടുത്ത വീഡിയോയിൽ നമുക്ക് ഉപ്പൊക്കെ ശരിയാക്കാൻ പറഞ്ഞു. വിഷമിക്കല്ലേ? కొంచెం ఉంచురా. എടുക്കുമ്പോ അവള് പുളിയോര തന്നെയാണ്. టెన్షన్ పడక, నువ్వు సీట్ బెల్ట్ వేసుకోవటం మర్చిపోయా. ഗൈസ്, ഇത് എന്താ ഉദ്ദേശം മനസ്സിലായില്ല. പുള്ളി നെറ്റിയിലാണ് പുള്ളിയുടെ വെടി ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് കാറിൽ പോകുന്നു, കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നു, കൊക്കക്കോള പിടിക്കുന്നു. ഇതിൽ കൂടെ ഒന്നും പറയാനില്ല ഗൈസ്. ഇത് സംഭവം തെലുങ്കാണ്. കണ്ടോക്കാം. ఎండలో ఉందో నువ్వు చూసావు కదా రత్న. మళ్ళీ నీకు వడదెబ్బ తగిలితే నేను తట్టుకోలేను. తాగురత్న. എന്തോ അറിയത് നെറ്റിയിൽ വെടി കൊണ്ടെടുത്ത് തന്നെ നമ്മൾ കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നു, കൊക്കക്കോള കുടിക്കുന്നു. ഇപ്പത്തെ കരിക്ക് കുടിക്കുക ഇറങ്ങിയേക്കുന്നത്. కొబ్బరి తినకుండా మనం ఎప్పుడైనా కొబ్బరి బొండం పడేసామా? అది నల్లొരു പരിപാടിയാണ് గైస్. సార్, ఆవిడకి ఏం కాదులేండి, మీరు ముందు ఫస్ట్ ఎయిడ్ తీసుకోండి. డాక్టర్ గారు, మా రత్నకి ఏం కాలేదని చెప్పండి. డాక్టర్ గారు, ఏం కాలేదని చెప్పండి. దెబ్బ గట్టిగా తగలడం వల్ల చిన్న మెదడు చిట్లింది, హార్ట్ లో హోల్ పడింది. ഗൈസ്, നെറ്റിയിൽ വെടിയുണ്ട് നമ്മൾ പുല്ല് പോലെ ഇരിക്കുന്നത്. എന്നിട്ട് ആ ഒരു വട വന്ന് തലയിലിടിച്ചപ്പോ പുള്ളിക്കാരി ICUവിൽ ഹോസ്പിറ്റലായി ഇരിക്കുകയാണ്. എന്തൊക്കെ കാണണം. എന്നിട്ട് ഇത് ഇപ്പൊ ഹാർട്ടിൽ ഹോൾ ഉണ്ടെന്ന് എന്താണ്ടൊക്കെ പറയുന്നത്. ఎందుకండి అంత బాధపడతారు? ఇప్పుడు ఏమైందని ഫ്രണ്ട്സ്, എന്തൊക്കെ കാണണം. നെറ്റിയിൽ വെടി കൊള്ളുന്നു, അതിനിടയ്ക്ക് അവൻ പ്രസാദം നിന്നു, എന്നിട്ട് ഉപ്പ് കുറഞ്ഞു പോയി. ഇതും പോരാണ്ട് അവൻ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് കൊക്കക്കോള കുടിക്കുന്നു. അത് കഴിഞ്ഞ് കരിക്ക് കുടിക്കാൻ ഇറങ്ങുന്നു. അവിടെ നിന്നൊരു തലയൊക്കെ ഒരു വട വന്ന് കൊള്ളുന്നു. അവൾ ആശുപത്രിയിലാവുന്നിട്ട് ഡോക്ടർ ഹാർട്ടിന് ഹോളാന്ന്. ടിപ്പിക്കൽ സാധനം തന്നെ. എന്താന്ന് അറിയാൻ പാടില്ല. നമുക്ക് അടുത്ത വീഡിയോയിലേക്കാം. ഗൈസ്, 60 year old married to 20 year old girl. അതായത് ഗൈസ്, ഒരു 60 വയസ്സുകാരനെ 20 വയസ്സുകാരി പെണ്ണിനെ കെട്ടിച്ചു. എന്താണ് 60 വയസ്സുള്ളവന് 20 വയസ്സുള്ള പെണ്ണ്? ഇതൊക്കെ എങ്ങനെടേ ഒപ്പിക്കുന്നത്? ഇവിടെ മരുന്നിന് പോലും പറയണം എന്ന് പറയുന്നില്ല. കാണാം. मल्ली क्या लेता हूँ, फ्रूट में क्या लेके आऊँ? ये पूछ देने का
ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം, അതായി നല്ലത്. ഫ്രണ്ട്സ്, ഇതിന്റെ ചാർജ് തീർന്നു തോന്നുന്നു. എന്തായാലും ഞാൻ മാറ്റിക്കൊണ്ട് വരാം ഗൈസ്. മറ്റേ ഹെഡ്സെറ്റിന്റെ ചാർജ് ഒന്നും, അപ്പൊ ഞാൻ ജസ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോ കാണാം. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളുകാവിൽ വീരന്മാരായിരം കുക്കുമ്മ കളവാണ്ടി താളം കുടമാറ്റം കാണാൻ അറിയാലിൽ മേലം വിളി. ഗൈസ്, ഞാൻ ലാലിന്റെ ഫാനാണ്. എന്നാലും ഒരു ഇങ്ങനത്തെ ഒരു സാധനം കാണുമ്പോ, പിന്നെ അതിനിടയ്ക്ക് ലാസ്റ്റ് മമ്മൂക്ക ചിരിക്കണേ കൂടെ കണ്ടപ്പോ ഒരു ട്രോൾ എന്ന രീതിയിൽ നമ്മൾ കണ്ട് ചിരിക്കുന്നുള്ളൂ, വേറൊന്നുമില്ല. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഹലോ, നമസ്കാരം. നമസ്കാരം. കുറച്ചു മുമ്പ് ഒരാൾ എന്റെ വാട്സപ്പിലേക്ക് ഒരു ചാറ്റ് ചെയ്ത് അയാളുടെ മുഖം ഞാൻ കാണിക്കാം. ഇത്തരത്തിലുള്ള മക്കളെ എനിക്ക് വെട്ടി മൂടിക്കളി തായോളുകളെയൊക്കെ മൈരന്മാര് തായോളുകൾ എന്നെ കുടക്കാൻ വന്നേക്കുന്നു. ഞാൻ തെറി വിളിക്കുന്നു പറഞ്ഞിട്ട് എന്നിട്ട് പറയുവാന്ന് പോലെ എന്റെ ബിസിനസ്സാണ്. അതായത് നിങ്ങൾ യൂട്യൂബിനകത്ത് ബിസിനസ് ചെയ്യുവാണെങ്കിൽ ചെയ്തോളൂ, പക്ഷെ തെറി വിളിക്കരുത്. നീ എന്റെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ നിനക്ക് മനസ്സിലാവും എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എന്റെ വീഡിയോയുടെ അടിയിൽ വന്ന് പല തരത്തിലുള്ള കമന്റ് എഴുതിയിരുന്നേനെ. നിനക്ക് അവരെ കുറിച്ച് പറയണ്ടോ ഇങ്ങോട്ട് നായ? നിനക്ക് നീ ഇല്ലാതെ വരൂടെ മൈര. നീ എന്റെ എന്താ പറയത്? ഒരു മര്യാദ വേണ്ടേ? എങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ വാ മറ്റേ അവിടുന്ന്. ഒന്നും കേട്ടില്ല ഗൈസ്, എല്ലാം പെട്ടെന്നായിരുന്നു. ചെവിന്നൊക്കെ എന്നാട്ടോ പറന്നു പോകുന്നല്ല. ഫ്രണ്ട്സ്, എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല. ഞാൻ എടുത്ത വീഡിയോ മാറിപ്പോയതാണോ ഒരു പിടിയില്ല. എന്തായാലും എനിക്ക് ഇന്നത്തേക്കുള്ളായി. ഇനിയിപ്പോ അവസാനം ലാസ്റ്റ് ഒരു വീഡിയോ കൂടെ കാണിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. അപ്പൊ ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. വാപ്പ ഒരു വാപ്പയാണ്. വാപ്പ വാപ്പ വാപ്പാന്ന് വിളിച്ചോണ്ടൊന്നും വാപ്പ വാപ്പയാവൂല. വാപ്പ വാപ്പാടെ വാപ്പാനെ പോലത്തെ വാപ്പയാണ് വാപ്പ. വാപ്പ അല്ലാതെ വാപ്പാനെ പോലത്തെ വാപ്പാനെയൊക്കെ വാപ്പാന്ന് വിളിക്കണ എന്നെ വേണം വാപ്പ വാപ്പാന്ന് വിളിക്കാൻ, അല്ലേ വാപ്പ? ഫ്രണ്ട്സ്, ഇതിനകത്ത് എത്ര പ്രാവശ്യം വാപ്പ എന്ന് വാക്ക് ഉപയോഗിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ എണ്ണി നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ നിങ്ങൾ ക്വാറന്റൈനൊക്കെ ആയിട്ട് വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുകയാണെങ്കിൽ, ഒരു പണിയൊന്നും ഇല്ലെങ്കിൽ, ചുമ്മാ ഇതിനകത്ത് എത്ര പ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കാനും വാപ്പ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കുക. എന്നിട്ട് കമന്റ് ബോക്സിൽ നിന്ന് പറയാം. ആൻഡ് വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. സോ ഗൈസ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ടു മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ ബെല്ലൈക്കൺ കൂടെ നമ്മളത്തേക്ക്, അപ്പോൾ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. സോ ടിൽ ദെൻ വി മീറ്റ്. ദിസ് ഇസ് അബ്ദുൽ ജോബി സൈനിങ് ഓഫ് ഫ്രം തക്മലു. ബൈ. ഗൈസ്, ഇത് എവിടെ ഗൈസ് ഈ പാട്ട് ഞാൻ എവിടെ? ഇത് മറ്റേ മണിയേഴ്സിന്റെ സാധനമല്ലേ? ഇത് മലയാളം ഗൈസ്. എന്തായാലും കൊള്ളാട്ടോ. മണിയേഴ്സിന്റെ പാട്ട് മലയാളത്തിൽ വന്നിട്ടുണ്ട്. കൈലടിയുടെ ഓരോ ലീലാവിലാസങ്ങളെ. എന്തായാലും കൊള്ളാൻ പാട്ട്, കൊള്ളാം, കളിക്ക്. സോ ഗൈസ്, ബൈ. മനസ്സിന്റേതല്ലേ നീ പച്ചതല്ലേ